ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബുധനാഴ്ചയായ ഇന്ന് ഗ്രഹങ്ങളുടെ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് അറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ ശുഭദിനത്തിന്റെ പഞ്ചാംഗം നമുക്ക് പരിശോധിക്കാം. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് 2026 ജൂൺ 17 ബുധനാഴ്ച. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് ഇന്ന്. പുണർദം നക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:41 സൂര്യാസ്തമയം വൈകുന്നേരം 7:15 ശുഭകാര്യങ്ങൾക്കായി ഉച്ചയ്ക്ക് 12:01 മുതൽ 12:55 വരെയുള്ള അഭിജിത്ത് മുഹൂർത്തം ഉപയോഗപ്പെടുത്താം. എന്നാൽ ഉച്ചയ്ക്ക് 12:28 മുതൽ 2:10 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാനുള്ള പുതിയ വഴികൾ കാണിച്ചു തരുന്നു. ഇത് നേട്ടങ്ങളും വെല്ലുവിളികളും ഒരുപോലെ കൊണ്ടുവരും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ പുതിയ ഐശ്വര്യത്തിന്റെ പാത ആസ്വദിക്കുക. എന്നാൽ ഒരേസമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. അതിനാൽ അത്യാവശ്യമായ എല്ലാ ജോലികളും ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വയലറ്റ് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. അതിനാൽ ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പരിഹാരം: ഇന്ന് പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ ഉന്മേഷം നൽകും. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കർക്കടകം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാളുമായി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അവരുമായി യോജിപ്പിലെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുക. നയതന്ത്രപരമായും വിനയത്തോടെയും പെരുമാറുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ക്ഷമ നശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. അതിനാൽ ഭയമില്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണമെന്ന് സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. നയതന്ത്രപരമായി പെരുമാറുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യും. ഇത് മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ നിങ്ങളെ സഹായിക്കും. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മുന്നിൽ നിങ്ങളുടെ മികച്ച ആശയങ്ങൾ അവതരിപ്പിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വൈകാരിക തലത്തിൽ രാഹുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ സമാധാനവും ആന്തരിക ശാന്തതയും നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. പരിഹാരം: പ്രിയ മിഥുനം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങൾക്ക് വളരെ സംതൃപ്തികരമായ ഒരു ദിവസം സമ്മാനിക്കും. ദിവസം മുഴുവൻ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങളുടെ ഭാഗ്യദിനമായിരിക്കും. കാരണം വസ്തുവകകൾ വാങ്ങാനോ നിക്ഷേപിക്കാനോ ഉള്ള നിങ്ങളുടെ പദ്ധതികൾ ഇന്ന് യാഥാർത്ഥ്യമാകും. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്തും ഇന്ന് വളരെ മികച്ച ദിവസമായിരിക്കും. കാരണം മുടങ്ങിക്കിടക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും ജോലികളും വലിയ പ്രയാസമില്ലാതെ തന്നെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സമയം ചെലവഴിക്കാനും അവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. മഞ്ഞ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 9 മുതൽ 11:30 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വർഷം മുഴുവനും വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനം ഉള്ളതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ ഒരു ശുഭചിഹ്നമോ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം: മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. എങ്കിലും ഈ തിരക്കുകൾക്കിടയിലും ശാന്തത പാലിക്കാൻ ശ്രദ്ധിക്കുക. പകൽ സമയത്ത്
ചില ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ നിങ്ങളുടെ നിഷ്കളങ്കത മുതലെടുക്കാനോ ശ്രമിച്ചേക്കാം. എന്നാൽ അവരുടെ വാക്കുകൾക്ക് വഴങ്ങരുത്. ഓരോ കാര്യത്തെയും വ്യക്തിയെയും അവരുടെ യോഗ്യതയനുസരിച്ച് മാത്രം വിലയിരുത്തുക. എങ്കിൽ നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ദിവസം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധർ പറയുന്നു. ജോലിസ്ഥലത്ത് തർക്കങ്ങളും സങ്കീർണമായ സാഹചര്യങ്ങളും ഒഴിവാക്കാൻ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഓറഞ്ച് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം വ്യാഴം നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്നതിനാൽ മനസ്സിനെ ശാന്തമാക്കാനും ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കാനും ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വെക്കുന്നത് നല്ലതാണ്. പരിഹാരം: പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ചന്ദ്രൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഗ്രഹനിലയിലെ മാറ്റങ്ങൾ നിങ്ങളുടെ ദേഷ്യം വർദ്ധിപ്പിക്കാനും മാനസികമായ അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. ഇന്ന് നിങ്ങൾ ഒരു വലിയ ആശയക്കുഴപ്പത്തിലോ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലോ അകപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ വിഷമിക്കേണ്ട. ഈ അവസ്ഥ ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന താൽക്കാലികമായ ഒന്നാണ്. ആശയക്കുഴപ്പത്തിലാണെങ്കിൽ ജീവിതത്തിൽ ശരിയായ പ്രചോദനം ലഭിക്കാൻ വിശ്വസ്തനായ ഒരാളിൽ നിന്ന് ഉപദേശം തേടുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നല്ല ഉപദേശങ്ങൾ നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ക്രീമാണ്. ഇത് നിങ്ങളുടെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുകയും ഭാഗ്യം ആകർഷിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. രാഹുവിന്റെ നിഴൽ സ്വാധീനം മൂലമുണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാൻ നിങ്ങളുടെ ചുറ്റുപാടിൽ ഒരു വിശുദ്ധ വസ്തുവോ ചിഹ്നമോ സൂക്ഷിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും. പരിഹാരം: ഇന്ന് ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കർക്കടകം രാശിയിലാണ്. അതിനാൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ ഇന്ന് തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചുകാലമായി നിങ്ങൾ തിരയുന്ന എന്തെങ്കിലും വസ്തു പെട്ടെന്ന് നിങ്ങളുടെ കൈവശം തിരിച്ചെത്തും. അതൊരു വിലപിടിപ്പുള്ള സമ്മാനമോ പഴയ ഓർമ്മകൾ ഉണർത്തുന്ന വസ്തുവോ അല്ലെങ്കിൽ കുറച്ചുകാലം മുൻപ് നഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട രേഖകളോ സർട്ടിഫിക്കറ്റുകളോ ആകാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് ആ വിലപ്പെട്ട വസ്തു സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അത് തിരികെ ലഭിച്ചതിന് ഭാഗ്യത്തോട് നന്ദി പറയണമെന്നുമാണ്. ആ വസ്തു തിരികെ ലഭിച്ചതിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ ഇന്ന് ചെറിയൊരു ചടങ്ങ് നടത്തുന്നത് നന്നായിരിക്കും. ആ വിലപ്പെട്ട വസ്തുവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ആസ്വദിക്കുകയും അത് സുരക്ഷിതമായി വെക്കുകയും ചെയ്യുക. ശനിഗ്രഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാനും ക്ഷമയും അച്ചടക്കവും വളർത്താനും ചില പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യുക. ഇന്നത്തെ പരിഹാരം: പുതിയൊരു ഹോബി അല്ലെങ്കിൽ വിനോദം തുടങ്ങാൻ ശ്രമിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, കർക്കടകം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം കാരണം നിങ്ങളുടെ ചിന്തകൾ പല ദിശകളിലേക്ക് ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ അല്പം അസ്വസ്ഥനാക്കിയേക്കാം. നിങ്ങളുടെ ഈ അസ്ഥിരമായ സ്വഭാവം കാരണം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഏതെങ്കിലും കാര്യത്തിൽ മുഴുകുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് 4 മണിക്കും വൈകുന്നേരം 6 മണിക്കുമിടയിലാണ്. തുലാം രാശിയുടെ ഇന്നത്തെ ജാതകം അനുസരിച്ച് നീലനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ശനിഗ്രഹത്തിന്റെ പ്രതികൂല ഫലങ്ങളെ മറികടക്കാൻ ഒരു രത്നം ധരിക്കുകയോ അല്ലെങ്കിൽ അതുകൂടെ കരുതുകയോ ചെയ്യുക. പരിഹാരം: ആരോഗ്യത്തിനായി ദിവസവും വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കർക്കടകം രാശിയിലാണ്. അധികാരസ്ഥാനത്തിരിക്കുന്നവരുമായി ഒരു തരത്തിലുള്ള തർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സർക്കാർ ഏജൻസികളുമായി എന്തെങ്കിലും ബിസിനസ് ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധാലുവും ക്ഷമയുള്ളവരുമായിരിക്കണം. കാരണം അത്തരം കാര്യങ്ങൾ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ചെറിയ കാലതാമസം പോലും നിങ്ങളുടെ പ്രോജക്റ്റുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. താര
സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സർക്കാർ കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നത് നന്നായിരിക്കും. അത്തരം സഹായം തേടുന്നത് സങ്കീർണമായ ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ ശനിഗ്രഹം പരീക്ഷണം നടത്തുന്നതിനാൽ വ്യക്തതയ്ക്കായി ഒരു പ്രത്യേക രത്നമോ വസ്തുവോ കൂടെ കരുതുക. പരിഹാരം: മനസ്സിന് കുളിർമയേകുന്ന സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള സമയമാണിത്. കർക്കടക രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങൾക്ക് ബഹുമാനം, അംഗീകാരം, ധനം, വളർച്ച എന്നിവ ധാരാളമായി നൽകുന്നു. നിങ്ങളുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് മികച്ച അവസരമുണ്ട്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിന്റെ പോക്കിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കാം. എങ്കിലും ചില ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമായി വന്നേക്കാം. നിങ്ങളുടെ അഹങ്കാരം ഇതിന് തടസ്സമാകാൻ അനുവദിക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കൂ. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം ചുവപ്പാണ്. ഉച്ചയ്ക്ക് 4:15 മുതൽ വൈകുന്നേരം 5:45 വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. അതിനാൽ ആ സമയത്ത് നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഭാഗ്യത്തെ ഉയർത്തുന്നതിനാൽ പുരോഗതിക്കായി ഒരു ശുഭചിഹ്നമോ രത്നമോ തിരഞ്ഞെടുക്കുക. പരിഹാരം: കൃതജ്ഞത പ്രകടിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾ പല കാര്യങ്ങളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നതായി അനുഭവപ്പെടാം. ജോലിയും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളും ഇന്ന് നിങ്ങളെ വല്ലാതെ അലട്ടിയേക്കാം. ഇതൊരു മാറ്റത്തിന്റെ കാലഘട്ടമായതിനാൽ ജീവിതത്തിൽ അല്പം അനിശ്ചിതത്വം തോന്നാം. എങ്കിലും ക്ഷമയോടെ ഇരിക്കുക. ഭാഗ്യത്തിന്റെ സൂര്യൻ ഉദിക്കുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. കാര്യങ്ങൾ എത്രത്തോളം പ്രയാസകരമാണെന്ന് തോന്നിയാലും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് പാരമ്പര്യമായി സ്വത്ത് ലഭിക്കാനോ അല്ലെങ്കിൽ പരിചയമുള്ളവരിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം മെറൂണാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയം വളരെ ശുഭകരമാണ്. രാഹുവിന്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായതിനാൽ മനസ്സിനെ ശാന്തമായും കേന്ദ്രീകൃതമായും നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൂടെ കരുതുക. പരിഹാരം: ഇന്ന് സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, കർക്കടകം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു വലിയ ചുവടുവയ്പ് നടത്താൻ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. ഭയവും മടിയും ഉപേക്ഷിച്ച് നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് പോലെ അവർ നിങ്ങളുടെ വികാരങ്ങളെ സ്നേഹത്തോടെയും തുറന്ന മനസ്സോടെയും സ്വീകരിക്കും. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബഹുമാനിക്കുന്നു എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ അതീവ സന്തോഷവാന്മാരാകും. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം കടും നീലയാണ്. ഉച്ചയ്ക്ക് 2:15 മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനിഗ്രഹത്തിന്റെ ഊർജത്തെ നിയന്ത്രിക്കുന്നതിനാൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു വിശുദ്ധ വസ്തുവോ ചിഹ്നമോ സൂക്ഷിക്കുന്നത് ബന്ധങ്ങൾ സ്ഥിരതയും പ്രതിബദ്ധതയും നിലനിർത്താൻ സഹായിക്കും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, കർക്കടകം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നുമാണ്. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റുകളോ അധിക ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശാരീരികവും മാനസികവുമായ എല്ലാവിധ അലങ്കോലങ്ങളും ഒഴിവാക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. നീലനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചാൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാം. ഈ വർഷം ശനിയുടെ ഊർജത്തെ സന്തുലിതമാക്കാൻ
ഒരു രത്നമോ ശുഭകരമായ വസ്തുവോ കൂടെ കരുതുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് വീട്ടിൽ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക.